ഹായ്, നമുക്കൊരു നാടൻ ചിക്കൻ വെക്കാവേ. ചിക്കനെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഉരുളി അടുപ്പത്തോട്ട് വെക്കാവേ. എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ കുറച്ച് മതി, നല്ല നെയ്യുള്ള കോഴിയാണ്. എന്നാൽ നമുക്ക് എണ്ണ കുറച്ച് മതി. എണ്ണ ഒന്ന് ചൂടാകട്ടെ. അതിലേക്ക് നമുക്ക് കടുകിട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള കടുക് ഇട്ടു. കടുക് ഒന്ന് ചൂടായി വരട്ടെ. കടുക് തീ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. സവോള, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കതുകൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാവേ. എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റാവേ. നല്ലോണം വഴണ്ട് വരട്ടെ. നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നമ്മുടെ കോഴിക്ക് മുട്ടയുണ്ടായിരുന്നേ, അതിനകത്ത് മുട്ടയുണ്ടായിരുന്നു. നമുക്ക് ഈ മുട്ടയും കൂടെ കറിക്കകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കണേ. ഉള്ളി വഴണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു തക്കാളിക്ക് എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കതുകൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതുകൂടെ ഇട്ടൊന്ന് വഴറ്റാം. നല്ലോണം വഴണ്ട് വരട്ടെ. തീയൊക്കെ ഞാൻ നല്ലോണം കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് വളരും. നാടൻ കോഴി എപ്പോഴും അടുപ്പിൽ വെക്കുന്നതാണ് നല്ലത്. നല്ല വേവുണ്ടല്ലോ. ഉള്ളിയൊക്കെ കണ്ട വഴണ്ട് വരാൻ തുടങ്ങി. മസാലയൊക്കെ ഞാൻ എടുത്ത് വെച്ചേക്കുവാണേ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാലയും ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലയും. നമുക്കതെല്ലാം കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റാം. മസാലയൊക്കെ ഒന്ന് മൂക്കട്ടെ. നല്ലോണം മൂത്തിട്ടുണ്ടേ. അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഇച്ചിരി ഏറെ ഒഴിക്കണേ. നല്ല വേവുണ്ടല്ലോ, അപ്പോൾ ഇച്ചിരി ഏറെ ഒഴിച്ചു കൊടുക്കണം. മസാല എല്ലാം കൂടെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് ഒന്ന് തിളയ്ക്കട്ടെ. ഇത് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ടേ. എൻ്റെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്കും കമൻറ്റും ചെയ്യണേ. തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ചിക്കൻ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കനെല്ലാം ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്ത് വെക്കാം. അടച്ചു വെക്കാവേ. നമ്മളിതിനകത്തോട്ട് കരിയാപ്പില ചേർക്കാൻ മറന്നുപോയി. നമുക്ക് കരിയാപ്പില ചേർക്കാവേ. ആവശ്യത്തിനുള്ള കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കിയിട്ട് അടച്ചു വെച്ചങ്ങ് വേവിക്കണം. ഒരു മണിക്കൂറെങ്കിലും ഇരിക്കണേ. അത് തീ കുറച്ചിട്ട് വേവിക്കുന്നത് നല്ലത്. ഉണ്ടോ, നല്ലോണം തിളച്ച്. ഞാൻ ഇതിനകത്തോട്ട് ആ മുട്ടയും കൂടി ഇട്ടായിരുന്നേ. ഉണ്ട്, ഇപ്പം തന്നെ നല്ലോണം നെയ്മയൊക്കെ പൊങ്ങി വന്നു. ഞാൻ കുറച്ചൊക്കെ നെയ്മയം ഊറ്റിക്കളഞ്ഞായിരുന്നേ. ഒത്തിരി നെയ്യായിരുന്നു. നമുക്ക് അടച്ച് വെച്ച് അവിടെ ഇരുന്ന് വേകട്ടെ. നമ്മൾ കറി വെച്ചിട്ട് കുറേ നേരമായി കേട്ടോ. ഉണ്ടോ, നെയ്മയം പൊങ്ങി പൊങ്ങി വരുക. കറിയൊക്കെ പറ്റി നമ്മുടെ കറി സെറ്റായിട്ടുണ്ട്.
ഇന്ന് അപ്പത്തിൻ്റെ കൂട്ടത്തിലാണ് നമ്മൾ ഇന്ന് തിന്നുന്നത്. അപ്പം എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് കറി വെച്ച് ചിക്കനും കൂടി ഇടാവേ. വേണ്ടേ, അപ്പവും ചിക്കനും കൂടെ കഴിക്കട്ടെ. ബായ്.